കൊറേശ്ശെ വിളമ്പി കൊടുക്കടി. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കേറും. ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുതല. അയ്യ, ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ? ചവം. ചെറിയ ഇങ്ങനെ ഓരോന്ന് പറയും. അതൊന്നും കാര്യമാക്കണ്ട. ഇയാള് കഴിച്ചോ? വേണ്ട, മതി. അത് പറഞ്ഞാ പറ്റില്ല. ഇരുന്ന് കഴിച്ചേ. നീ പൊയ്ക്കോ, ഞാൻ വിളമ്പി കൊടുക്കാം. കഴിക്ക്. അമ്മോ, നിന്നെ വല്യമ്മാവൻ വിളിക്കുന്നു. ചെല്ല്. നേരത്തെ വേണം എണീക്കാൻ കേട്ടോ. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പി തരാം. ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേട്ടെ. തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്കടാ. നീ തന്നെ ഇരുന്ന് തിന്നട പാട്ടി. അയ്യേ, കണ്ടവൻ തെച്ചിന് വരുത്തിരുന്നോടാ. നിനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കള വന്ന് ചോദിച്ച് വാങ്ങിച്ച് തിന്നൂടാടാ. ആഹാരത്തോട് ഇത്രയും ആർത്തിയോ? പോയി വിളിച്ചോണ്ട് പോടാ. ആരെ? നിന്റെ ആരാടാ അവിടെ? കൊട്ടാരം വീടണെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ? മുതലാളി, അല്ല ഇതാര് കൊട്ടാരം വീടരാ? എടാ, നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കണ്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാദിവെച്ചത് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ? എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രമാണിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടയിൽ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയമ്പാവേനെയും ചേട്ടമ്പാവേനെയും പഴയ പോലെ തൂമ്പായി എടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാരല്ലേ? ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്. അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ, നിന്റെ തറവാട്ടി ഞങ്ങ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. കാണാറാ. നോക്കിരിക്കാ പോയി വണ്ടിക്കാറാ. നമ്മളോടാ കളി. കൊട്ടാരം വീട്ടിൽ ഞങ്ങൾ പണിക്ക് പോയിരുന്ന കാലത്ത് ആ വീട് പുറത്തു നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വീടിന്റെ അകമൊന്ന് കാണാൻ മോഹിച്ച് ഞങ്ങ ഒരു ദിവസം അതിനകത്ത് കയറി. അതിന്റെ പേരില് അവര് ഞങ്ങളെ പുളിമരത്തെ കെട്ടിവെച്ച് ചാട്ടവാറിനടിച്ച അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ദേഹം മുഴുവൻ ഇപ്പോഴും ഉണ്ട് അതിന്റെ പാടുകള്. ആ വീടിനാ ഞങ്ങ വില പറയാൻ പോണേ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിക്ക് പോകുന്നത്? നമുക്ക് താമസിക്കാൻ ഈ വീട് പോരെ? പോരടി. ആ വീടിന്റെ മുറ്റത്ത് കുഴികുത്തിയാ ഞങ്ങൾക്ക് കഞ്ഞി ഒഴിച്ചു തന്നെ. അതേ വീട്ടിലെ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കൊന്ന് താമസിക്കണം. ഈശ്വരപിള്ളേ, എന്തോ എന്ത് വിലയുണ്ടാവൂടോ അതിന്? അതിപ്പോ 5.75, 7, 7, 14, 7, 21, 25 ലക്ഷം മതിപ്പ് വരും. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ പുറമേന്ന് കണ്ടിട്ടുണ്ട്. കണ്ടപ്പോ തന്നെ നീ അതിന് വിലയും വിട്ട. വിവരക്കേട് പറയാതെ പ്രേമേന്ദ്ര, ഒരു 25 ലക്ഷം മതിക്കും. കൊട്ടാരം വീടിന് എത്ര വരെ പോകും? കൂടിയാ 15, അതിനപ്പുറം പോവില്ല. എങ്കി ഒരു 20,01,000 എഴുതടാ. എത്ര? 20,01,000 എഴുതടാ.
ചേട്ടന്റെ പേർക്ക് എഴുതണം. ഓ നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പേരിൽ എഴുതിയ പോരേടാ. വേണ്ട, കൊട്ടാരം വീട് എന്റെ ചേട്ടന്റെ പേര് കിടക്കട്ടെ. മാളു നീ വാ. എന്ത് കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? വാ വാ, നിങ്ങൾ വരണേടാ. കളത്തറ ബാപ്പുകുട്ടി മകൻ കുഞ്ഞു മുഹമ്മദ് 10 ലക്ഷം രൂപ. കളത്ര ബാപ്പുട്ടി മകൻ കുഞ്ഞു മുഹമ്മദ് 10 ലക്ഷം രൂപ. തായിക്കര ജോർജ് കുട്ടി 12,60,60,000 രൂപ. നായിക്കര ജോർജ് കുട്ടി 12,60,60,000 രൂപ. മെസ്സേഴ്സ് ശങ്കർ ആൻഡ് സൺസ് 15,14,000 രൂപ. മെസ്സേഴ്സ് ശങ്കർ ആൻഡ് സൺസ് 15,14,000 രൂപ. കൂത്തുപറമ്പിൽ കുട്ടൻ ബാവ എന്ന ചേട്ടൻ ബാവ 20,01,000 രൂപ. കൂത്തുപറമ്പിൽ കുട്ടമ്പാവ എന്ന ചേട്ടമ്പാവ 20,01,000 രൂപ. അടുത്തത് കൊട്ടാരം വീടന്റേതാണ്. കൊട്ടാരം വീടൻ 20,02,000 രൂപ. കൊട്ടാരം വീടൻ 20,02,000 രൂപ. എന്റെ ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? താനിവിടെ ചോരപ്പുഴ ഒഴുക്കി വള്ളം കളിക്കാമെന്ന് കരുതിയല്ലേ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. ബഹളം വെക്കരുത്, ഒരു കവർ കൂടി പൊട്ടിക്കാനുണ്ട്. കൂത്തുപറമ്പിൽ കുഞ്ഞമ്പാവ എന്ന അനിയൻ ബാവ 25 ലക്ഷം രൂപ. കൂത്തുപറമ്പിൽ കുഞ്ഞമ്പാവ എന്ന അനിയൻ ബാവ 25 ലക്ഷം രൂപ. കൊട്ടാരം വീടും പോയേ. ചേട്ടാ, നുമ്മ ഇവിടെ 20,01,000 എഴുതിയപ്പ കൊട്ടാരം വീടൻ 20,02,000 എഴുതി. അപ്പൊ ഇവിടെ എഴുതിയ ആരാണ്ട് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചതി മനസ്സിലാക്കിയിട്ടാണ് ഒരു തിരുമറി ഞാൻ നടത്തിയത്. ഞങ്ങളുടെ ഉപ്പും ചോറും തിന്നിട്ട് ഞങ്ങളെ ഒറ്റുകൊടുത്തവനാരായാലും ഞങ്ങ വെറുതെ വിടൂല. ഇനി പറഞ്ഞോ, അതാരായാലും നേരെ പറയണതാണ് നല്ലത്. ആ പറയടാ, ആരാത്? പറഞ്ഞില്ലേ പറയിക്കാൻ എനിക്കറിയാം. ഈശ്വരപിള്ളേ. അയ്യോ, ഞാനല്ല. പിന്നെ ആരാ? എനിക്കറിയില്ലേ. നീയാന്നടാ? അല്ല. നീയാന്നടാ? ഞാൻ പറയില്ല. പറയില്ലേ? ഇല്ല. പറയിക്കാൻ എനിക്കറിയാം. അയ്യോ, ഇവിടത്തെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പോയി പറയില്ലെന്നാ പറഞ്ഞത്. ഓ, ഇനി എവരുടെ വെക്കിട്ട് കയറണ്ട. നിങ്ങൾ പോ പിള്ളാരെ. ആ പോട്ടെ, അവനാരായാലും എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ അന്ത്യവുമായിരിക്കും. എല്ലാരും പൊക്കോ. ഇങ്ങനെ പശു കാടി കുടിക്കണ പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ചേട്ടൻ പാവയും അനിയൻ പാവയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. എടാ, എന്തോ കൊട്ടാരം വീടിന് ബുദ്ധിയില്ല എന്ന് എല്ലാരും പറയും. എന്നാ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചു തരാം. ആ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, ഇതാരും മാളുവോ? തകർപ്പൻ ഷോപ്പിംഗ് കഴിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ 2 ദിവസമായി സാറിന് ഫോണിൽ വിളിക്കുന്നു. എന്തിന്? എനിക്ക് റെഫർ ചെയ്യാൻ കുറച്ച് ബുക്സ് വേണമായിരുന്നു. സിഎക്ക് പോയാൽ കൊള്ളാന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ആരും മോശക്കാരാവില്ല. നിനക്ക് എത്ര ബുക്സ് വേണമെങ്കിലും തരാം. ഇവിടത്തെ ഫേമസ് വക്കീലന്മാരും ഡോക്ടർമാരും ഞാൻ പഠിപ്പിച്ച പിള്ളേരാ. എവിടെ ചെന്നാലും ഓരോ പൊസിഷനിലിരിക്കുന്ന എന്റെ കുട്ടികളെ കാണുമ്പോഴാ മനസ്സ് നിറയുന്നത്. അത് പ്രേമേന്ദ്രനല്ലേ? അതെ, ഞങ്ങളുടെ ഡ്രൈവറാ. ഡ്രൈവറോ? ഇവരും എന്റെ സ്റ്റുഡന്റാ. ഇയാള് കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. സാറിന് ആള് തെറ്റിയതാവും. പ്രേമേന്ദ്രൻ എനിക്ക് തെറ്റാലോ? ഇവന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞവരാരും പിന്നെ ഇവനെ ആയുസിൽ മറക്കില്ല. പിന്നല്ലേ 3 വർഷം പഠിപ്പിച്ച എനിക്ക്. കോളേജിലെ ഹീറോ ആയിരുന്നില്ലേ ഇവൻ? സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രമല്ല, ഞങ്ങൾ അധ്യാപകരുടെ ഇടയിൽ പോലും ഇവന് ധാരാളം ആരാധകരുണ്ടായിരുന്നു. ഇതെന്താണോ പ്രേമേന്ദ്ര ഈ വേഷത്തിൽ? തന്നെ വല്ല ബാങ്ക് മാനേജറോ ബിസിനസ് എക്സിക്യൂട്ടീവോ ഒക്കെ ആയി കണ്ടുമുട്ടുമെന്നാ ഞാൻ കരുതിയത്. ഗുരുത്വം മാത്രം പോരല്ലോ സാർ, തലവെഴുത്തുകൂടി ശരിയാവണ്ടേ? സാരമില്ലടോ, ഒക്കെ ശരിയാവും. പറ്റേ സാർ. ആ
മാളു വിചാരിച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ ഇവനൊരു ജോലി തരപ്പെടുത്താവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകനെ ഈ നിലയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല.